പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കേസിൽ പ്രതിയായ ചെന്താമരയുടെ കസ്റ്റഡിക്കായുള്ള അപേക്ഷ പോലീസ് നാളെ കോടതിയിൽ സമർപ്പിക്കും. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം തെളിവെടുപ്പടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയുമുണ്ട്. ചെന്താമരയെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതലാണ് ചെന്താമരക്കായുള്ള കസ്റ്റഡി ആവശ്യപ്പെടുക. ശേഷം കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. പ്രതിക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമുണ്ടായിട്ടില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വിഷം കഴിച്ചു എന്നതടക്കം കേസ് അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ പ്രതി പലപ്പോഴും മൊഴി നൽകിയിരുന്നു. തെറ്റ് പറ്റിപ്പോയെന്നും ശിക്ഷിക്കുമെന്നും കോടതിയോട് പറഞ്ഞ ചെന്താമര സ്വന്തം ഭാര്യയെയും മകളെയും അടക്കം ഇനിയും കൊലപാതകങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു. ഒരാളെ കൊന്നാലും ഒന്നിലധികം ആളുകളെ കൊന്നാലും ഒരേ ശിക്ഷയാണെന്നും ലിസ്റ്റിൽ ഇനിയും ആളുകളുണ്ടെന്നും പ്രതി പറഞ്ഞിരുന്നതായി പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതന്നെ കൊല്ലാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാളുണ്ട്, ബാക്കിയുണ്ട്. ഒന്നാ പൂജിട്ടുള്ളൂ, ഇനി രണ്ടാം കൂടി ഉണ്ട്. അതുകൊണ്ട് പൂജിട്ട് ഞാൻ മരിക്കുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞത് ലാസ്റ്റ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് തെളിയിക്കാൻ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ്. പ്രതിയെ പിടികൂടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലടക്കം ജനങ്ങളുടെ രോഷം പ്രകടമായതാണ്. ഈ സാഹചര്യത്തിൽ രഹസ്യമായായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതേസമയം പ്രതിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാവുമോ എന്ന കാര്യത്തിൽ നാട്ടുകാരുടെ ആശങ്ക ബാക്കിയാവുകയാണ്. ഒരു നാടിനൊന്നാകെ സമാധാനം കിട്ടണമെങ്കിൽ ചെന്താമരക്ക് വധശിക്ഷയോ മരണം വരെ ജീവപര്യന്തമോ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.